പിന്നെ വിശുദ്ധ വായിച്ച വേദഭാഗത്തു നിന്ന് ഒരു വാക്യം നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് ഞാൻ വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ വാക്യം. The Gospel according to Saint Luke chapter 12 verse 24. കാക്കകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എങ്കിലും ദൈവം അവയെ പുലർത്തുന്നു. Consider the ravens, they neither sow nor reap, and yet God feeds them. കഴിഞ്ഞ ദിവസം വന്നതായിട്ടുള്ള ദിനപത്രത്തിൽ ഒരു കൂനൻ പാറ വന്ന് ഇടിഞ്ഞ് ഒരു വീട്ടമ്മയ്ക്ക് പരിക്കേറ്റതായിട്ടുള്ള വാർത്ത നാം വായിക്കുകയുണ്ടായി. പാറശാലയിലാണ്. രാവിലെ 5:30 ശുചിമുറിയിൽ കയറിയതായിട്ടുള്ള അവസരത്തിൽ ഒരു വീട്ടമ്മയ്ക്ക് ഉണ്ടായതായിട്ടുള്ള അപകടം. സമീപത്തുണ്ടായിരുന്ന ഒരു വലിയ പാറ അത് അടർന്ന് മാറി ശുചിമുറിയുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. തകർന്ന ശുചിമുറിയും പാറയും അതിൻ്റെ അടിയിൽപ്പെട്ടതായിട്ടുള്ള 50 വയസ്സുകാരിയായ രാജകുമാരി എന്ന പേരോടുകൂടിയ വീട്ടമ്മ അഗ്നിശമന വിഭാഗവും പോലീസും കൂടെ ചേർന്നാണ് അവരെ പുറത്തെടുക്കുന്നതിനായിട്ടിടയായിട്ട് തീർന്നത്. തുടർന്ന് കാരക്കോണത്തുള്ള മെഡിക്കൽ കോളേജിലേക്കൊക്കെ കൊണ്ടുപോയി അതിനുശേഷം അവരെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ കോണം ഇടയായിട്ട് തീരുകയും ചെയ്തു. പരിസ്ഥിതി ഞായറായിട്ട് നാം വേർതിരിച്ചിരിക്കുന്നതായുള്ള ഈ ദിവസം മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നതായുള്ള വാർത്തകൾ കേൾക്കുന്ന മഴയുടേതായിട്ടുള്ള ദിവസങ്ങളാണ്. ഇന്നത്തെ പത്രത്തിൽ നാം വായിക്കുകയുണ്ടായി, അറവുശാല അത് വീണ് മലീനസമാക്കി തീർക്കുന്നതായുള്ള ഭൂപ്രദേശം. പരിസ്ഥിതി ഞായറായിട്ട് നാം വേർതിരിച്ചിരിക്കുന്നതായുള്ള ഈ ദിവസം ഓർക്കേണ്ടതായിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, പരിസ്ഥിതിയെ നാം സംരക്ഷിക്കേണ്ടതാണ്. 2, അതിനെ മലിനമാക്കരുത്. പരിസ്ഥിതി ദിനത്തിൽ നാം പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തെയും പ്രവർത്തന രംഗങ്ങളെയും ദൈവഹിത പ്രകാരം വിശുദ്ധീകരിപ്പാൻ്റെ കൂടെ നമുക്കിടയായിട്ട് തരും. പോൾ ബ്രാൻഡ് എഴുതിയതായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അതിൻ്റെ തലക്കെട്ടായിട്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്നതായിട്ടുള്ള വാക്കുകൾ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ് എന്നുള്ളതാണ്. സർജറി നടത്തുന്നതായുള്ളൊരു സർജൻ മൈക്രോസ്കോപ്പിലൂടെ തൻ്റെ കയ്യിലിരിക്കുന്നതായുള്ള കത്തിയുടെ അഗ്രം നോക്കുന്ന അവസരത്തിൽ അതൊരു തടി അറക്കുന്ന വാള് പോലെ വികൃതമായിരിക്കുന്നത് കാണാനായിട്ടിടയാകുന്നു. എന്നാൽ ദൈവം സൃഷ്ടിച്ചതായുള്ള മനുഷ്യ അവയവങ്ങളെ പരിശോധിക്കുന്നതായുള്ള അവസരത്തിൽ അത് വളരെ പെർഫെക്റ്റാണ്, ഒരു കുറവുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെല്ലാം ചേർത്ത് എഴുതിയതായിട്ടുള്ള പുസ്തകത്തിന് ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ് എന്ന് എഴുതുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. നാം അനുഭവിക്കുന്നതായുള്ള ഭൂമി പലപ്പോഴും നാം കണക്കാക്കുന്നത് അത് നമ്മുടെ ഒരു ഇൻഹെറിറ്റഡ് വെൽത്താണ് എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അത് ഭാവി തലമുറയ്ക്ക് വേണ്ടി ശരിയായിട്ട് വിനിയോഗിപ്പാൻ്റെ കൂടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഒന്നാണ്.
എല്ലാറ്റിൻ്റെയും ഉടമ എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായില്ല ഈ നിധി എന്ന് പറയുന്നത് വളരെയധികം സൂക്ഷ്മതയോടും വിശ്വസ്തയോടും കാത്തു സൂക്ഷിക്കുവാനായിട്ടുള്ള കാര്യവിചാരകത്വമാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. സ്റ്റുവേർഷിപ്പാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. പരിസ്ഥിതിയുടെ നാളുകളിൽ നാം കേൾക്കുന്നതായിട്ടൊരു വാചകമാണ് ലെറ്റ് us build green communities എന്നത്. ലെറ്റ് us build green communities എന്നത് ഒരു മരം നടുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അല്പം വെള്ളം കാത്തു സൂക്ഷിക്കുന്നതിനെ കുറിച്ചുമല്ല പറയുന്നത്. പിന്നെ ഒരു കമ്മ്യൂണിറ്റി അതിൻ്റെ വാസസ്ഥലമായി എല്ലാവർക്കും വിനിയോഗിക്കുവാൻ കഴിയുന്നതായുള്ള രീതിയിൽ അതിനെ പരിരക്ഷിക്കുക എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതൊരു ജീവിത ശൈലി തന്നെയാണ്. പരിസ്ഥിതി ദിനത്തിൽ നാം 1-2 തൈകളൊക്കെ നട്ടു എന്ന് വരാം. അത് പ്രതീകമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും അവരവരുടെ ഭവനങ്ങളിൽ വൃക്ഷത്തൈകൾ നടണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഭാഗമാണ്. ഞാൻ കുറച്ചു നാളെ ശാന്തിനികേതനിൽ പഠിക്കുകയുണ്ടായി. ബംഗാളിലുള്ളതായിട്ടുള്ളൊരു സ്ഥലമാണ്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെതായിട്ടുള്ള സ്ഥലമാണ്. അവിടെ കലാഭവനിൽ പഠിക്കുന്നതായിട്ടുള്ള ആളുകൾ എല്ലാ വർഷവും ഒരു പ്രത്യേക തീയതിയിൽ പാട്ടും പാടി ഡാൻസ് ചെയ്ത് ചെടികളുമായി വന്ന് വൃക്ഷത്തൈകൾ നടും. ക്ലസ്റ്ററായിട്ട് നടും. എല്ലാ വർഷവും അത് ചെയ്യും. നമ്മളുടെ ജീവിതത്തെ പരിശോധിക്കുവാനായിട്ട് നമ്മോട് ആവശ്യപ്പെട്ടാൽ നമ്മൾ ചെയ്യുന്നത് എല്ലാ വർഷവും മരം വെട്ടും. അതിനപ്പുറത്തായിട്ട് തന്നെ പറയാൻ സാധിക്കുന്നു. ഒരു മരം വെട്ടിയാൽ 3 തൈകളെങ്കിലും നടണം എന്നത് നമ്മളുടെ പ്രമാണമായിട്ട് മാറിയിട്ടുണ്ട്. ജീവിത പ്രമാണമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു മരം വെട്ടിയാൽ 3 തൈകളെങ്കിലും നടണം. നമ്മൾ വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മരമൊക്കെ വെട്ടിമാറ്റുന്നത്. എന്നാൽ ഒരിക്കലും മരത്തൈകൾ നടാറില്ല. മനുഷ്യനെ ശ്വസിക്കുവാനായിട്ടുള്ളത് ഓക്സിജൻ തരുന്നതെല്ലാം മരങ്ങളാണ് എന്ന് നമുക്കറിയാം. അറിയാൻ പാടില്ലാത്ത വസ്തുത നമുക്കറിയാം. നമ്മൾ മരത്തിന് തീയെ കൊടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അതും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ആധുനിക കാലത്ത് നമ്മളുടെ വീടിൻ്റെ തിണ്ണയിലും വീടിൻ്റെ മുറിക്കുള്ളിലും ഒക്കെ വെക്കാവുന്നതായിട്ടുള്ള ചെടികളുണ്ട്. എന്തിനാ? ശ്വാസം മുട്ടി ചാകരുത് എന്നുള്ളതിനാണ്. അങ്ങനെ ഒന്നും നടക്കുകയില്ല എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും വിചാരിച്ചു, ഇവിടെ പ്രായമുള്ള ആളുകളുണ്ട്, ആരെങ്കിലും വിചാരിച്ചൊരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഈ ബോട്ടിലുള്ള വെള്ളം വാങ്ങിച്ച് കുടിക്കേണ്ടി വരുമെന്ന്? ഞാൻ നടന്ന് ക്ഷീണിച്ച് ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരിയതായിട്ടുള്ള സ്ത്രീയുടെ അടുത്ത് ചെന്ന് വെള്ളം കുടിച്ചതായിട്ടുള്ള സംഭവമൊക്കെ ഓർക്കുന്നുണ്ട്. നമ്മൾ കൈകൾ നീട്ടും, കയ്യിലോട്ട് ഒഴിച്ചു തരും, കൈ കുമ്പിളാക്കി അതിൽ നിന്ന് വെള്ളം കുടിക്കും. ഇതായിരുന്നു നമ്മളുടെ ജീവിത രീതി എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറി ഇപ്പോൾ ബോട്ടിലുള്ള വെള്ളമാണ് നമുക്ക് കിട്ടേണ്ടത്, അല്ലെ കുടിക്കുകയില്ല. ഇതുപോലെ തന്നെ ഒരു നാള് ഓക്സിജൻ വാങ്ങിച്ച് ശ്വസിക്കേണ്ടി വരും എന്നത് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. മരങ്ങളെല്ലാം വെട്ടിക്കളയുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ പരിസ്ഥിതിയുടെ സംരക്ഷണമല്ല നാം ചെയ്യുന്നത്, പിന്നെയോ അതിൻ്റെ നാശമാണ് ചെയ്യുന്നത്. ഞാനൊരു പ്രമാണം പറയുന്നതിനായിട്ട് ശ്രമിക്കട്ടെ. പരിസ്ഥിതിയെ നാം കാത്തു സൂക്ഷിച്ചാൽ പരിസ്ഥിതി നമ്മയും കാത്തു സൂക്ഷിക്കും.
പരിസ്ഥിതിയെ നാം സംരക്ഷിച്ചാൽ പരിസ്ഥിതി നമ്മെ സംരക്ഷിക്കും. ഇത് ഇന്ന് പറയുമ്പോൾ പലർക്കും ഒരു വൈമനസ്സുണ്ട് അതുകൊണ്ട് സ്വീകരിക്കുവാനായിട്ട്. എന്നാൽ എഴുതി വെച്ചു, ഒരു 15 വർഷം കഴിയുമ്പോൾ ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കും. നമ്മുടെ പാറശാലയില് ഒരു കല്ല് ഉരുണ്ടു വന്ന് ശുചിമുറിയുടെ മുകളിലേക്ക് വീണു. അതിൻ്റെ അടിയിൽ അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെല്ലാം അതിനടിയിലായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന വാർത്തയൊക്കെ നാം വായിക്കുന്ന അവസരത്തിൽ മണ്ണ് മാന്തുന്നതിൽ നമുക്ക് യാതൊരു പ്രയാസമില്ല. ഇന്നത്തെ പത്രത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞതായിട്ടൊരു വാർത്തയാണ് മണ്ണിടിഞ്ഞു എന്നത്. എവിടെ? നദിയുടെ തീരത്തുണ്ടായിരുന്നതായിട്ടുള്ള മണ്ണിടിഞ്ഞു. എന്താ കാര്യം? ആറ്റിൽ നിന്നുള്ള മണലെല്ലാം വാരി 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 ഇപ്പോൾ ആ ആറ്റില് ആവശ്യത്തിനുള്ള മണലില്ല. അതുകൊണ്ട് സൈഡിലുള്ളതൊക്കെ ഇടിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. ഇന്ന് വൃക്ഷം നമ്മുടെ തലയിൽ വീഴുമോ, വീടിന് മുകളിലേക്ക് വീഴുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ ഒരു വൃക്ഷത്തിനെ ശരിയായ വിധം വളരുവാൻ്റെ കൊണ്ടുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുവാനായിട്ട് നമുക്കറിയില്ല. നടേണ്ടതുപോലെ നടുന്നതിനായിട്ടോ വളർത്തേണ്ടതുപോലെ വളർത്തുന്നതിനായിട്ടോ ഒക്കെ സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇത് എന്ന് നമുക്കറിയാം. നമ്മളുടെ വികല ഭാവങ്ങളാണ് പലപ്പോഴും നമുക്ക് വിനാശമായിട്ട് തീരുന്നത്. ഞാൻ വായിച്ചതായുള്ള വേദഭാഗം, ഇന്ന് അയവൻഗേലിന്റെ വായിച്ചതായുള്ള വേദഭാഗമാണല്ലോ, അതെല്ലാം കേൾക്കുന്ന നമുക്കിടയായിട്ട് തീർന്നു. അവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നത് ഒരു കാക്കയെ കുറിച്ചാണ്. അത് വിതയ്ക്കുന്നില്ല, അത് വളർത്തുന്നില്ല, അത് കൊയ്യുന്നില്ല, കൂട്ടിവെക്കുന്നതുമില്ല. നമ്മളോ വിതയ്ക്കുകയും ചെയ്യും, വളർത്തുകയും ചെയ്യും, കൊയ്യുകയും ചെയ്യും, കൂട്ടിവെക്കുകയും ചെയ്യും. Give us this day our daily bread എന്ന് പ്രാർത്ഥിക്കുവാനായിട്ടാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. വെറുതെ പ്രാർത്ഥിക്കുകയല്ല. ഇതെല്ലാം നമ്മുടെ അരിമുറിയിലുണ്ട് എന്ന് നമുക്കറിയാം, നമ്മുടെ അടുക്കളയിലുണ്ട് എന്ന് നമുക്കറിയാം. എന്നാലും പ്രാർത്ഥിക്കും. രാവിലെയും പ്രാർത്ഥിക്കും, വൈകിട്ടും പ്രാർത്ഥിക്കും, ഇടയ്ക്കും വേണമെങ്കിൽ പ്രാർത്ഥിക്കും. Give us this day our daily bread. കർത്താവ് കൊണ്ട് പറയുന്നത്, നിങ്ങൾ കാക്കയെ നോക്കുവിൻ, അന്നത്തേക്കുള്ള ആഹാരം അതിന് കിട്ടിയാൽ അത് മതി, നാളത്തെക്കുറിച്ച് അത് വിചാരപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നാളെ എവിടെ ആഹാരം കിട്ടും എന്ന് അന്വേഷിച്ച് പുറപ്പെടുന്നില്ല. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളതെല്ലാം അധ്വാനിച്ചുണ്ടാക്കണം. എന്നാൽ നമുക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഒരു ബാങ്കും കൂടി ഉണ്ട്. ആ ബാങ്കിലെ ബാലൻസ് നമ്മളുടെ മക്കൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്കും വേണ്ടിയുമാണെന്ന് പ്രായമുള്ള ആളുകൾ പറയും. നിങ്ങൾ കേൾക്കാൻ ഇടയായോ എന്ന് എനിക്കറിയാനായിട്ട് പാടില്ല. ഇപ്പൊ കൊച്ചുമക്കളൊക്കെ തിരിഞ്ഞു പറയും, വല്യപ്പച്ച ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. ഇന്ന് യൂത്ത് മൈഗ്രേഷന്റെ കാലഘട്ടമാണ്. യൂത്ത് മൈഗ്രേഷനിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് അവർക്ക് പഠിക്കുന്നതിനായിട്ട് സാധിക്കുന്നില്ല, പഠിച്ചാൽ ഒരു ജോലിയും കിട്ടുകയില്ല, അതുകൊണ്ടാണ് പുറത്തു പോകുന്നത്. ശരി, എന്നാൽ പുറത്തു പോകുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങൾ ആരും മടങ്ങി വരാറില്ല. നമ്മൾ തന്നെ എത്രയോ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ് ഓരോരുത്തരെയൊക്കെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ആരെങ്കിലും വന്നിട്ടുണ്ട്? അവരെ അവിടെ പോകുന്നത് പഠിക്കുന്നതിനായിട്ടും പിന്നീട് ഒരു ജോലി കിട്ടുന്നതിനായിട്ടും പിന്നെ ഒരു പെർമനന്റ് റെസിഡന്റ് കിട്ടുന്നതിനായിട്ടും PR കിട്ടുന്നതിനായിട്ടും, അങ്ങനെ PR കിട്ടി അവിടെ താമസിക്കാനിടയായാൽ നമ്മളെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് ഇതാ താല്പര്യപ്പെടുന്നത്.
പണ്ടിങ്ങനെ നമ്മുടെ മക്കൾക്ക്, കൊച്ചുമക്കൾക്ക് ഇങ്ങനെയാണ് നമ്മൾ ചരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ മക്കൾ തിരിച്ചാണ്. തങ്ങൾക്ക് വേണ്ടിയതെല്ലാം കണ്ടെത്തണം, അതോടൊപ്പം തന്നെ വീട്ടിലുള്ള എല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോകണം. ഒരു റിവേഴ്സ് കൾച്ചർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ മനസ്സിലാക്കുവാൻ കൊണ്ട് നമുക്ക് ഇന്ന് ഇടയായിട്ട് തീരുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാക്കയെ വിചാരിപ്പീൻ എന്ന് കർത്താവ് പറയുന്നതായുള്ള അവസ്ഥ എന്താണ് അർത്ഥമാക്കുന്നത്? കർത്താവ് അർത്ഥമാക്കുന്നത് ഇനഫ് ഈസ് ഇനഫ്. നിനക്ക് ഇന്നത്തേക്കുള്ളത് തന്നിട്ടുണ്ടെങ്കിൽ അത് മതി. അത് നമുക്ക് നമ്മോട് പറയാനായിട്ട് പ്രയാസമാണ്. ജീവിതത്തിൽ നോ പറയുന്നതിനായിട്ട് സാധ്യമായിട്ട് തീരുന്ന രംഗങ്ങളുണ്ടോ? എനിക്കിത്രയും മതി എന്ന് പറയുന്നതായുള്ള രംഗങ്ങളുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ 8 സെഞ്ചുറിക്ക് മുമ്പാണ്, 8th century BC-യിലാണ് ഇന്ത്യയിലെ ഗൗതമ ബുദ്ധ വളർന്നു വന്നത്. അദ്ദേഹം ലോകത്തിൻ്റെതായുള്ള സഫറിങ്ങിനെയൊക്കെ കണ്ടതായുള്ള അവസരത്തിൽ അദ്ദേഹം ലോകത്തോട് പറഞ്ഞു, ഡിസയർ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ സഫറിങ് ഇൻ ദ വേൾഡ്. ഡിസയർ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ സഫറിങ് ഇൻ ദ വേൾഡ്. 8th സെഞ്ചുറിക്ക് മുമ്പാണ്, 8th century BC-യിലാണ് ഭാരതത്തിൽ ജീവിച്ചതാളുടെ സിദ്ധാർത്ഥയാണ്. അദ്ദേഹം ലോകത്തോട് പറഞ്ഞു, മോഹം എന്ന് പറയുന്നതാണ്, വേണം വേണം എന്ന് പറയുന്നതാണ് നമ്മളുടെ ജീവിതത്തെ തന്നെ താറുമാറാക്കുന്നത്. ഇംഗ്ലീഷിൽ 2 ചെറിയ വാക്കുകളുണ്ട്. ഒന്ന് നീഡ്, മറ്റേത് വാണ്ട്. ഈ 2 വാക്കുകൾ നമുക്ക് പരിചയമുണ്ട്, പക്ഷെ അതിൻ്റെ അർത്ഥം എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല. ഇതെനിക്ക് അത്യന്താപേക്ഷിതമാണ്. ഉടുക്കുവാൻ വസ്ത്രം അത്യന്താപേക്ഷിതമാണ്, ഉണ്ണുവാൻ ആഹാരം അത്യന്താപേക്ഷിതമാണ്. എന്നാൽ എത്രമാത്രം? നമ്മളുടെ ഭവനങ്ങളിൽ നമ്മൾ വിരുന്നിന് പോയാൽ പോലും മതിയെന്ന് പറഞ്ഞാൽ കേൾക്കുകയല്ല. 2 കൂടെ പിന്നെ എഴുന്നേറ്റ് പോകാൻ തന്നെ പ്രയാസമായിട്ട് വരും. മതി എന്ന് പറയുക എന്നത് ആവശ്യമാണ് ജീവിതത്തിൽ. എനിക്കിനി വേണ്ട എന്ന് പറയുക എന്ന് പറയുന്നത് ആവശ്യമാണ്. ഈ ഡയബറ്റിക്കാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഡയബറ്റിസ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. ഡയബറ്റിസുകാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പായസം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി നാരങ്ങായും കൂടെ ഉണ്ടെന്ന് ചോദിക്കുന്നതേ ഉള്ളൂ. പായസം വേണം, വേണ്ടെന്ന് പറയില്ല. അല്ലേ പറയും, ഞാൻ വേണേ ഇച്ചിരി കൂടെ ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് എടുത്തോളാം എന്ന് പറയും. മതി എന്ന് പറയുവാൻ കൊണ്ടിടയാകുകയും ഇന്നഫ്, ഇനി എനിക്ക് ഇത്രയും മതി എന്നത് പറയാൻ, വേണ്ട എന്ന് പറയാനൊക്കെ ഇടയായി തീരുകയും ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ശൈലിയായിട്ട് മാറേണ്ടതായുള്ള ആവശ്യകത. ഞാൻ അടുത്ത സമയത്ത് ഒരു മുസ്ലിം ഭവനത്തെക്കുറിച്ചുള്ള ചിത്രീകരണം കാണുകയുണ്ടായി. നിങ്ങളും കണ്ടു കാണും. അവിടെ മകന് വിവാഹം കഴിഞ്ഞ് തൻ്റെ ഭാര്യയോടുകൂടി മുകളിലത്തെ നിലയിലാണ് താമസിക്കുക. അവിടെ നിന്ന് ചാടി ഇറങ്ങി താഴോട്ട് വന്നിട്ട് അവിടെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നതായുള്ള വാപ്പയോട് പറയാണ്, വാപ്പ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്, കുറെ കഴിഞ്ഞേ വരികയുള്ളൂ, ഞങ്ങൾക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ട്, വാപ്പയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്. അപ്പോൾ വാപ്പ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഈ മരുമകൾ പറഞ്ഞു, വാപ്പയ്ക്ക് നമുക്കൊരു ഉടുപ്പും മുണ്ടുമൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. വാപ്പ അത് കേട്ട അവസരത്തിൽ തന്നെ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് ഇപ്പോൾ ഉള്ളത് കുറച്ച് നാളോട്ട് ഇടാം, എനിക്ക് വേണ്ട. അപ്പോൾ മകൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, വാപ്പയ്ക്ക് പുസ്തകം വായിക്കാൻ ഇഷ്ടമാണ്, ചില പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പോൾ വാപ്പ മറുപടിയായിട്ട് പറഞ്ഞു, കേൾക്കണേ, വാപ്പ മറുപടിയായിട്ട് പറഞ്ഞു,
നിനക്ക് വലിയ നിർബന്ധമാണ്, ഏതാണ്ട് ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത്, നീ ഇത് കൊണ്ടുപോയി. അപ്പൊ ഈ കാറെ കയറി ഈ ഭാര്യയെ ഭർത്താവിടെ യാത്ര ചെയ്യുന്ന അവസ്ഥയിൽ ഭാര്യ സൈഡിലിരുന്നുകൊണ്ട് പറയുന്നുണ്ട്, ഒന്നും വേണ്ട പറഞ്ഞ വാപ്പയ്ക്ക് എങ്ങനെ ഇത്രയും ലിസ്റ്റൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചത്, അതിങ്ങോട്ട് കാണിച്ചേ ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ ഭർത്താവ് പറയുന്നുണ്ട്, നീ ഒന്ന് അടങ്ങിയിരിക്കെ, നമുക്ക് അവിടെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. അവിടെ ചെന്ന് ഷോപ്പിംഗ് ഒക്കെ നടത്തിയപ്പോൾ വാപ്പയുടെ കാര്യമൊക്കെ മറന്നുപോയി. അപ്പോൾ ഭാര്യ അത് ഓർപ്പിച്ചു. ഭാര്യ ഓർപ്പിച്ചപ്പോൾ പോക്കറ്റിൽ നിന്ന് തപ്പിയെടുത്തു ലിസ്റ്റ്. തുറന്നു വായിച്ചപ്പോൾ അത് ലിസ്റ്റല്ല, അതൊരു എഴുത്താണ്, കത്താണ്. വാപ്പ അതിനകത്ത് തലേ രാത്രിയിലായിരിക്കും എപ്പോൾ എഴുതിയിരിക്കുകയാണ്, മോനെ, നീ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നീ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചിരുന്നു, നീ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൻ അവിടെയല്ല താമസിക്കുന്നത്, വേറൊരിടത്താണ് താമസിക്കുന്നത്, വല്ലപ്പോഴും വന്നിവിടെ താമസിക്കുകയുള്ളൂ. എനിക്ക് വേണ്ടത് നിങ്ങൾ വാങ്ങിക്കുന്നതായുള്ള സാധനങ്ങളല്ല, എനിക്ക് വേണ്ടത് നിന്നെയാണ്, നിന്റെ കുറച്ച് സമയമാണ്. ടൈം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ഓൾ റിലേഷൻഷിപ്സ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ധൃതിയാണ്. പ്രത്യേകിച്ച് ഈ മൊബൈലും കൂടെ കയ്യിലോട്ട് വന്നേ പിന്നെ സമയമില്ല, നമുക്ക് ആർക്കും സമയമില്ല. എവരിബഡി ഈസ് ബിസി. പണ്ട് ഈ കിടക്കയുടെ അരികിലൊക്കെ വേദപുസ്തകമായത് വെച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ മൊബൈലാണ്. കാരണം അത് എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ ഉടനെ എനിക്ക് എഴുന്നേറ്റ് അത് നോക്കണം. ഇൻസ്റ്റന്റ് ആയിട്ട് മറുപടി കൊടുത്തില്ലെങ്കിൽ മറുവശത്തിരിക്കുന്ന ആൾ അക്ഷമനായിട്ട് തീരും. അതുകൊണ്ട് ഇന്ന് നമ്മെ ഭരിക്കുന്നത് മൊബൈലാണ് എന്ന് പറയുന്നതിനകത്ത് യാതൊരു വ്യത്യാസമില്ല, അത് ശരിയാണ്. ഈ വാപ്പ പറഞ്ഞതുപോലെ എന്നാണ് നമ്മെ വളർത്തിക്കൊണ്ടുവന്നതായിട്ടുള്ള നമ്മെ ഓരോരുത്തരെയും മാതാപിതാക്കളെയും ഒന്ന് പരിചരിക്കുവാനൊക്കെ കൊണ്ട് മക്കൾക്ക് സമയമുണ്ടാകുന്നത്? ഞാനിന്ന് 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ വിളിക്കുകയുണ്ടായി. അറിഞ്ഞോണ്ട് വിളിച്ചതാണ്. വിളിച്ചത് നിങ്ങൾക്കൊരു പാഠവും നിങ്ങളുടെ വികാരി അച്ഛനൊരു ജോലിയുമാണ്. നിങ്ങൾക്കുള്ള പാഠം ഈ 12 വയസ്സുള്ള കുഞ്ഞിനെ അവിടെ ഉറക്കിയിട്ടിട്ടല്ല വരേണ്ടത്, നിങ്ങളുടെ കൂടെ കൊണ്ടുവരണം. അച്ഛനുള്ള ജോലി ഇതിൻ്റെ എല്ലാ ഞായറാഴ്ചയും ചെയ്യണം. അപ്പോൾ കുഞ്ഞുങ്ങൾ പള്ളിയിൽ വരാൻ തുടങ്ങും. എന്നാൽ പള്ളിയിൽ വരാത്തതായിട്ടുള്ളൊരു കൂട്ടം ആൾക്കാർ കുഞ്ഞുങ്ങളാണ്. മറ്റൊരു കൂട്ടം ആൾക്കാർ വയോജനങ്ങളായിട്ട് എഴുന്നേറ്റ് വരുവാൻ കഴിയാത്തതായുള്ള ആൾക്കാരാണ്. എന്ത് ചെയ്യാൻ? പള്ളിയിൽ വരണമെന്നുള്ള ആഗ്രഹമുണ്ട്, എന്നാൽ വരാൻ ശാരീരികമായിട്ടുള്ള ശക്തിയില്ല, പ്രാപ്തിയില്ല. അതുകൊണ്ട് ഇവിടെയുള്ള യുവജനങ്ങളെല്ലാം ചെയ്യേണ്ടതായുള്ള ശുശ്രൂഷകൾ മക്കളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ മാതാപിതാക്കളോട് പറയുന്നു. 2, പള്ളിയിൽ വരുന്നതായിട്ടുള്ള പ്രായമുള്ള ആളുകളെ സ്വീകരിച്ച് അവരിരിക്കേണ്ടതായുള്ള സ്ഥാനത്ത് കൊണ്ട് ഇരുത്തുന്നതിനായിട്ട് സമയമെടുക്കണം, താല്പര്യമെടുക്കണം. We all want to be here. ഇത് ഫാമിലി ഓഫ് ഫാമിലീസ് ആണ്, കുടുംബങ്ങളുടെ കുടുംബമാണ്. We all want to be here. എന്നാൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതായുള്ള ചില ജീവിത ക്രമങ്ങൾ കൊണ്ട് സാധിക്കാതെ പോകുന്നു. ശനിയാഴ്ച വൈകിട്ട് തന്നെ കുഞ്ഞുങ്ങളോടൊന്ന് പറഞ്ഞ് നിങ്ങളെക്കാട്ടും മുമ്പേ കുഞ്ഞുങ്ങൾ റെഡിയാകും പള്ളിയിൽ പോകാൻ. അത് പറഞ്ഞു നോക്കിക്കുക. ഇന്ന് സൗഖ്യത്തോടെ എഴുന്നേറ്റ് വന്നതായിട്ടുള്ള ആൾക്കാർ, നടന്നു കയറിയതായിട്ടുള്ള ആൾക്കാർ ഒരു 10 വർഷം കഴിയുമ്പോൾ വടി ഊന്നി നടക്കാറുണ്ട്. വീൽ ചെയർ വരും. ആ വി പ്രിപ്പയർ.
ആർ വി പ്രിപ്പയർ? മുമ്പിൽ വന്ന കുർബാന കൊള്ളണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ നടന്നു വരാനായിട്ടൊക്കത്തില്ല. അതുകൊണ്ട് അവരിയ്ക്കുന്ന ഇടത്ത് കൊണ്ടുപോയി കൊടുക്കത്തക്കവണ്ണമുള്ള ജീവിത ശൈലികളൊക്കെ നമുക്കുണ്ടാവണം. കർത്താവ് രണ്ടാമത്തെ പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നത് താമരയെക്കുറിച്ചാണ്. വയലിലെ താമരയെ നോക്കുവേൻ. അത് ടേസ്റ്റ് നോക്കുന്നില്ല, വെറൈറ്റി നോക്കുന്നില്ല, ക്വാളിറ്റി നോക്കുന്നില്ല, ഏത് ബ്രാൻഡാണെന്ന് നോക്കുന്നില്ല. ഇതെല്ലാം അല്ലേ നമ്മുടെ സൗന്ദര്യത്തിന് വക കൂട്ടുന്നത്. ഇവിടെ ഇരിക്കുന്നതായാലും സ്ത്രീകളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും മറ്റൊരാളുടെ സാരി കണ്ടിട്ട് ഇത് എവിടുന്നാണ് വാങ്ങിച്ചോന്ന് ചോദിക്കാതിരുന്നിട്ടുണ്ടോ? ഉള്ളത് മതി എന്ന് പറയുന്നതിനായിട്ട് സാധിക്കണ്ടേ? അടുത്ത സമയത്ത് ഒരാൾ പറയണ്ട, ഈ ശുഭ്രവസ്ത്രധാരികളായിട്ടുള്ള സ്ത്രീകളെ എല്ലാം മാരാമണ്ണ് കാണാമായിരുന്നു പുരുഷന്മാര്. എന്നാൽ ഇപ്പോൾ അതെല്ലാം പോയി. എല്ലാവരും വിരൽ ചൂണ്ടും മെത്രാപ്പൊലീത്തായിലേക്ക്, സഭയിലേക്കൊക്കെ വിരൽ ചൂണ്ടു. സഭയൊന്നും നേരെ ഒന്നും നടത്തുന്നില്ല. നമ്മളാ ഉടുക്കുന്നത്, നമ്മളാ വരുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, വചനം കേൾക്കുവാനായിട്ട് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് 2:30-ക്കാണെങ്കിലും പന്തൽ നിറച്ച ആൾക്കാരാണ്. ഉച്ചയ്ക്ക് 2:30-ക്കാണെങ്കിൽ പോലും എത്ര വെയിലുള്ള സമയമാണ്. എല്ലാ നാട്ടിലും റിലേ ചെയ്ത് ഇത് പോകുന്നുണ്ട്. അവിടെ ഇരുന്ന് കാണാം, വീട്ടിലിരുന്ന് ഇതെല്ലാം കാണാം. എങ്കിൽ തന്നെയും ഇവിടെ വരുന്നതായിട്ടുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. അതൊരു ജീവിത ശൈലിയാണ്, ജീവിതചര്യയാണ്. വന്നേ ഒക്കുള്ളൂ. എനിക്കിപ്പോൾ മണലിൽ കൂടെ നടന്ന് പന്തലിൽ പോകുന്നതിനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കാറിലാണ് പോകുന്നത്. എന്നാൽ ഈ പോകുന്ന അവസ്ഥയിൽ വളരെ പ്രായമുള്ള ആളുകൾ വളരെ വിഷമിച്ച് നടന്നൊക്കെ കയറി വരുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. തീഷ്ണതയാണ്, എരിവാണ്. എനിക്ക് പോയേ ഒക്കുള്ളൂ എന്നുള്ളതായിട്ടുള്ള താല്പര്യമാണ്. ഈ തീഷ്ണത നിലനിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളുടെ ഈ നാടിപ്പോൾ അതിഥി തൊഴിലാളികളുടെ നാടായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അടുത്ത സമയത്തുള്ളതായിട്ടുള്ളൊരു വിലാപം ഞാൻ കേട്ടിരിക്കുന്നത്, ഈ ബംഗാളിലേക്ക് പോയതായിട്ടുള്ള പണിക്കാരും തിരികെ വന്നിട്ടില്ല. നമ്മുടെ വിലാപം ഇപ്പോഴത്തെ. പണ്ട് ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളാണ്, അതൊക്കെ ഇപ്പോൾ പോയി. ഒരു സ്കോളർ ഇപ്രകാരം പറയുകയുണ്ടായി, ഇന്ന് നമുക്ക് ഈ കുട്ടികളൊക്കെ PhD വരെ പഠിക്കുന്നതിനകത്ത് താല്പര്യമുണ്ട്. എന്നാൽ ആരും തടി ഇറക്കുന്നതിനായിട്ടോ വീടുണ്ടാക്കുന്നതിനായിട്ടോ കിണർ കുത്തുന്നതിനായിട്ടോ ഒന്നും പോകാറില്ല. വിദേശത്താണെങ്കിൽ പോകും, ഇവിടെ പോകാറില്ല. ശരിയല്ലേ? ഇതെല്ലാം ഒരിക്കൽ നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ് എന്ന് തോന്നുന്നു. ചെയ്തുകൊണ്ടിരുന്ന നല്ല നല്ല കാര്യങ്ങൾ വേണ്ട എന്നാക്കിയത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ വിലാപം. ഒരു ധനാഢ്യനായിട്ടുള്ള മനുഷ്യൻ, പണമുണ്ട്, ഇഷ്ടംപോലെ പണമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ഈ അതിഥി തൊഴിലാളികൾ ഒരാളെ വിളിച്ചു പറഞ്ഞു, നീ ഒരു വലിയ കുഴി ഉണ്ടാക്കി തരണം. അവൻ പറഞ്ഞു, ഞാൻ ചെയ്യാം. അവൻ പോയി നല്ലൊരു കുഴിയൊക്കെ ഉണ്ടാക്കി. എന്തിനാണ് എന്നൊന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല. എന്നാൽ കുറെ കഴിഞ്ഞ് മണം കേട്ടപ്പോൾ മനസ്സിലാക്കി ബിരിയാണി വരുന്നുണ്ട് എന്നുള്ളത്. വളരെയധികം ബിരിയാണികൾ കൊണ്ട് ആ കുഴിയിലിട്ടു. കുഴി നിറഞ്ഞു. അത് കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു, എടാ നീ മുകളിലേക്ക് കയറി അവനെ ചവിട്ടി താക്കണം.
അവൻ പറഞ്ഞു, സാറേ എന്നോട് അത് മാത്രം പറയരുത്, സാറേ അത് മാത്രം എന്നോട് പറയരുത്. അപ്പോഴാണ് അവൻ ആരാണെന്ന് എന്താണെന്നൊക്കെ ചോദിക്കാനായിട്ട് ഇത് തോന്നി. അത് ചോദിച്ചു, നീ എവിടുത്തുകാരനാ? ഞാൻ ബീഹാറിയാണ്. എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിലൊരു മകളുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അവൾക്കെന്ത് പറ്റി? അവൾ മരിച്ചുപോയി. അവൾക്ക് എന്നാ മരിക്കാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, അവൾ മരിച്ചത് പട്ടിണി കൊണ്ടാണ്, ആഹാരം കിട്ടാതെയാണ് മരിച്ചത്. സാറ് എന്നോട് പറയരുത് ചവിട്ടിത്താക്കാനായിട്ട്. ആർക്കാണ് ധാർമ്മികതയുള്ളത്? ആർക്കാണ് ധാർമ്മികതയുള്ളത്? ഞാൻ മുമ്പേ സ്ത്രീകളോട് ചോദിച്ചാലുള്ള ചോദ്യം ഇപ്പോഴും മനസ്സിൽ മാറിയിട്ടില്ല. അവിടെ ഊറിച്ചിരിക്കുന്നതൊക്കെ എനിക്ക് കാണാം. ഇതിനൊരു ബദൽ സംസ്കാരം ഈ ലോകത്തിൽ നൽകിയത് മദർ തെരേസയാണ്. 2 സാരി, ഒരു ബക്കറ്റ്, ഒരു 5 രൂപ, അത്രയേ ഉള്ളൂ. സ്കൂളിൽ നിന്ന് ഇറങ്ങിയതായിട്ട് മാസം തോറും ശമ്പളം വാങ്ങിച്ച് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചറായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി. വഴിയോരത്ത് കിടക്കുന്നതായുള്ള മനുഷ്യരെ, ഓടയിൽ കിടക്കുന്നതായുള്ള മനുഷ്യരെ താങ്ങിയെടുത്ത് അവരെ പരിരക്ഷിക്കുവാനായിട്ട് ഇറങ്ങിയതായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് പൂവറസ്റ്റ് ദ പൂവർ അവരുടെ അമ്മയാണ്. ഒരു കുഞ്ഞിനെയും ജനിപ്പിച്ചിട്ടില്ല, അമ്മയാണ്, ലോകത്തിൻ്റെ അമ്മയാണ്. 2 സാരി, ഒരു ബക്കറ്റ്, 5 രൂപ. രണ്ട് പോകട്ടെ, 3 തരം അല്ലെങ്കിൽ 4 തരം ജീവിക്കാവും. അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ന്യൂയോർക്കിലേക്ക് മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി വന്നതായുള്ള അവസരത്തിൽ അവർ പായ എതിർത്തുകൊണ്ടാണ് വന്നത്. എന്തിനാ? കിടന്നുറങ്ങാനായിട്ട്. നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ കൊണ്ടുവരുന്നത് ഷീറ്റാണ്. ഇവിടുന്ന് സിസ്റ്റേഴ്സ് അങ്ങോട്ട് പോകുമ്പോൾ അവർ കൊണ്ടുപോകാനായിട്ടുള്ളത് കിടന്നുറങ്ങാനായിട്ടുള്ള പായാണ്. അവരുടെ സാധനങ്ങളെല്ലാം കാർഡ്ബോർഡ് ബോക്സിലാണ് കെട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അവർക്ക് പണമില്ല, താമസിക്കാൻ കെട്ടിടമില്ല, ബാത്ത് ടബില്ല, ഷവർ എടുക്കാനായിട്ടുള്ള രംഗമൊന്നുമില്ല. വെള്ളം വേണമല്ല, കോരി ഒഴിച്ച് കുളിച്ചോണം. ഈ ലോകത്തിൽ ഒരു ബദൽ സംസ്കാരം സാധ്യമാണ് എന്നത് ലോകത്തെ കാണിച്ചു കൊടുത്തതായിട്ടുള്ള ആളിനെയാണ് ലോകത്തിൻ്റെ അമ്മ എന്ന് വിളിച്ചത്. ഇന്ന് വിടരുന്നതും നാളെ തീയിലിടുന്നതുമായ ഒരു പുഷ്പത്തെ ദൈവത്തിനെ പരിചരിക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങളെ എത്രയോ അധികം എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. നിങ്ങളെ എത്രയോ അധികമായിട്ട് സൃഷ്ടിയുടെ മകുടമായിട്ടുള്ള മനുഷ്യനെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് കഴിയുന്നതായുള്ള ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ വാക്കുകളെ ചുരുക്കുന്നതിനായിട്ട് ശ്രമിക്കട്ടെ. 2 കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. ഒന്ന്, പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നതിന് പകരമായി ഉപഭോഗ സംസ്കാരത്തിലേക്കാണ് നാം വഴുതി വീണ് പോയിരിക്കുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനായിട്ട് സാധിക്കണം. മരങ്ങൾ വേണം, മൃഗജാലങ്ങൾ വേണം, പക്ഷികൾ വേണം, ഇഴജന്തുക്കൾ വേണം, എല്ലാം വേണം. ഈ ലോകത്തിലാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതായുള്ള കർത്താവാണ് ഇതെല്ലാം തന്നെ പറയുന്നത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ദൈവം നമുക്ക് നൽകുന്നത്. ദൈവരാജ്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിവാഹത്തിന് ആരെയും കൊടുക്കാറുമില്ല, അവിടെ വിവാഹ ജീവിതവുമില്ല. അതിൻ്റെ അർത്ഥം നാം അറിയുന്നതായുള്ള സഹോദരങ്ങളെല്ലാം, ജനങ്ങളെല്ലാം നമുക്കൊരു പിതാവ് തന്നെ എന്ന് വായിക്കുന്നത് പോലെ, പാടുന്നത് പോലെ
അവരെല്ലാം തന്നെ നമ്മുടെ സഹോദരങ്ങളും സഹോദരികളുമാണ്. നാം ഒരുമിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ടുള്ളവരാണ്. വാപ്പായ്ക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുവാനായിട്ട് തിരിഞ്ഞതായിട്ടുള്ള സ്ത്രീയും, പുസ്തകം വേണേൽ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞതായുള്ള മകനും എഴുത്ത് വായിച്ചതായുള്ള അവസ്ഥയിൽ അവരുടെ ഹൃദയം കലങ്ങി. അവർ വന്നെ വാപ്പയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, വാപ്പേ, ഞാൻ ഇനി മുതൽ ഇവിടെ താമസിച്ചോളാം, ഞാൻ ഇനി മുതൽ ഇവിടെ താമസിച്ചോളാം. മറ്റുള്ളവരെ കരുതുവാനായിട്ട്, സ്നേഹിപ്പാനായിട്ട്, സമസൃഷ്ടങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട്, നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് വിചാരിപ്പാനായിട്ട് എങ്ങനെ സാധ്യമായിട്ട് തീരും? പലപ്പോഴും കമ്മ്യൂണിറ്റേറിയനായിട്ട് മാറുന്നത്, വർഗീയവാദികളായിട്ട് മാറുന്നത്, പലപ്പോഴും ഒരു എക്സ്ക്ലൂഷൻ ലോകത്തിന് നൽകുന്നത്, വളരെ ഇൻസുലേറ്റഡായി ഐസൊലേറ്റഡായി ജീവിക്കുവാനൊക്കെ ശ്രമിക്കുന്നത്, ഇതെല്ലാം നമ്മിലാണ് കാണപ്പെടുവാനായിട്ടിടയാകുന്നത്. എൻ്റെ കർത്താവെ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചതായുള്ള അവസരത്തിൽ പറയുന്നത്, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നാണ്. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഇന്ന് നമ്മുടെ മൈൻഡ് സെറ്റ് ഉള്ളത് ചേഞ്ച് ചെയ്യണം, ട്രാൻസ്ഫോംഡ് ആണ് ദൈവരാജ്യത്തിനനുസൃതമായി. എന്നിട്ട് നാം വായിക്കുന്നതായുള്ള വേദഭാഗങ്ങളെല്ലാം തന്നെ ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ നടത്തുന്ന വേദഭാഗങ്ങളായി കാണുവാൻ, മനസ്സിലാക്കുവാൻ, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിലെ പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങളെ വണക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, പ്രകൃതിയെ സ്നേഹിച്ചതായുള്ള അവിടുന്ന് കാക്കകളെ നോക്കുന്നതിനായിട്ടും താമരയെ നോക്കുന്നതിനായിട്ടും പാഠങ്ങൾ പഠിക്കുന്നതിനായിട്ടും ഞങ്ങളെ ഉദ്ബോധിപ്പിച്ചുവല്ലോ. അന്നത്തേക്കുള്ള ആഹാരം മതി എന്ന് വിചാരിക്കുന്നതായിട്ടുള്ള കാക്കകളെ പോറ്റുന്നതായിട്ടുള്ള ദൈവം, പറവകളെ ദിനംതോറും വളർത്തുന്നതായിട്ടുള്ള ദൈവം, വയലിലെ താമരയെ അണിയിക്കുന്നതായിട്ടുള്ള ദൈവം, ശലോമോൻ പോലും അവൻ്റെ വലിയ പ്രതാപത്തിൽ പോലും അത്രയും ഭംഗിയുള്ളതായിട്ട് തീരുന്നില്ല എന്നത് പറഞ്ഞതായിട്ടുള്ള കർത്താവ്, ആ കർത്താവിലേക്ക് നോക്കി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പാതകളെ മനസ്സിലാക്കുവാൻ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം എന്ന് പറയുവാനൊക്കെ വേണം. എപ്പോഴും ക്രിസ്തു ഉള്ളവരായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ട് വിശുദ്ധ കുർബാന ചെയ്യുന്ന ഫസ്റ്റ് കമ്മ്യൂണിക്കൻസിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. അവർ തങ്ങളുടെ വിശ്വാസത്തെ ഏറ്റു പറയുമ്പോൾ ആ വിശ്വാസം എൻ്റെ തിരിച്ചറിഞ്ഞ് അതിൽ വളർന്നു വരുവാൻ നീ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശു എന്ന അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ.